ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്, നല്ല മഴയാണ് ഇപ്പൊ ഇവിടെ. പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശേന്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ അരി, ഉഴുന്ന്, കുറച്ച് ഉലുവ ഇതൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ ദോശ ഉണ്ടാക്കുക. ഇത് നല്ല വിറ്റാമിൻസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. ഹെൽത്തി ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ ഇത്രയും ചെറുപയർ എടുത്തിട്ടുണ്ട്. അതേപോലെ കടല കണ്ടു, എത്ര കടല എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉഴുന്നുപരിപ്പ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ദോശ എത്ര കൊണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കും ചെയ്തെടുത്തോളോട്ടെ. ഞാനത് രണ്ടാൾക്ക് കണക്കാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ റാഗി വളരെ നല്ലതാണല്ലോ നമുക്ക് ദേഹത്തിന്. പിന്നെ കാൽസ്യം, അയണ് എല്ലാതും അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ. പിന്നെ അയൺ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ റാഗിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, അത് വെള്ളത്തിലിടില്ലേ നമ്മള്. അപ്പൊ ആ കൂട്ടത്തു കൂടെ ഇട്ട് കൊടുത്തോളൂ. ഞാനിപ്പോ അത് പൊടിയായത് കാരണമാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ റാഗി വേണം. പിന്നെ പരിപ്പ് കുറച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ജീരകവും. അത് നമുക്ക് ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഹെൽത്തി ദോശ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. പിന്നെ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഒരു 12 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഞാനിത്. എന്നിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അരിച്ച് കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന് നമുക്കിനി അരച്ച് കൊണ്ടുവരാം. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എല്ലാതും എടുത്തു വെച്ചതാണ്. നമുക്ക് നാലിത് അരച്ച് കൊണ്ടുവരാം. ഞാൻ അതിന് വേണ്ടിയിട്ട് കണ്ടില്ല, വെള്ളത്തിലിട്ടത് എല്ലാതും കൂടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഇതിൽ കൂട്ടിയിട്ടിട്ട് പിന്നെ കുതിർത്തി വെച്ചതാണല്ലോ. അപ്പൊ ജീരകം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചു കൊണ്ടുവരാം. പിന്നെ റാഗിന്റെ പൊടി നമുക്ക് പിന്നെ കൂട്ടിയിട്ട് ആക്കിയാൽ മതിയല്ലോ. കണ്ടില്ലേ, ദോശമാവ് ഞാനിവിടെ അരച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റാഗിപ്പൊടി ഇട്ടിട്ടില്ലല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ ഈ റാഗിയുടെ പൊടി വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ കൂട്ടിയിട്ട് ഒന്നിച്ചിട്ട് അരക്കി വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ വേറെ എണ്ണ കൂട്ടി എടുത്തത്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇതിങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂട്ടിയിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടാ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്കൊന്നാണ്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ അരി ഉഴുന്ന് അരച്ചതിന്റെ വെള്ളം അവിടെ എടുത്ത് വെച്ചതാണ്. നമ്മളെ ദോശമാവിന്റെ അതേപോലെ തന്നെ കേട്ടാ. പിന്നെ കുറച്ച് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ടിയിൽ നമുക്ക് ഒഴിച്ചുണ്ടാക്കുകയും ചെയ്യാം. പക്ഷെ ദോശമാവിന്റെ പോലെയാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇത് ഇവിടെ കലക്കിയത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കുണ്ടല്ലോ ഇതിലേക്ക് ഒരു ചമ്മന്തി അരച്ച് വരാൻ. ചമ്മന്തി കൂട്ടിയിട്ട് ഇവിടെ കഴിക്കാൻ. അപ്പൊ ഞാൻ അതിന് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നാളികേരം, എനിക്കിതിലേക്ക് ഇങ്ങനെ നാളികേരം ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം. പിന്നെ ഉള്ളിയാക്കിയിട്ട് ആക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിപ്പോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കണത്. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നല്ലവണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പിടണല്ലോ, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചു കൊണ്ടുവരാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ദോശച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് അടച്ചു വെക്കാം. നമുക്ക് എന്നാലും ഇനി ഇതൊന്ന് തുറന്ന് നോക്കുക. ഇതൊന്നും കൂടി ഇങ്ങോട്ട് അരി വെച്ച ഈ ഭാഗം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. കണ്ട് ഇനി നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. ഇനി നമുക്കൊന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് അടച്ചു വയ്ക്കാം. ഇനി ഞാനിതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പിന്നെ നമുക്ക് ഈ ദോശയിൽ ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചില്ലേ, അത് നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. അതല്ല എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിക്കോളോ. അതല്ല രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ നല്ലോണം വിറ്റാമിൻസും പ്രോട്ടീനും എല്ലാം അടങ്ങിയിരിക്കുന്നതാണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞാനിതിലേക്ക് ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഈ ചമ്മന്തിയിലാണെങ്കിൽ നല്ലോണം കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ദേഹത്തിന് നല്ലതാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്ക് ഇങ്ങനത്തെ കട്ട ചമ്മന്തി, ഇങ്ങനെ കട്ടയായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. പിന്നെ ഞാൻ പാലാണ് എടുത്തിരിക്കുന്നത്. പാല് മാത്രം കുടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, എനിക്ക് കുറച്ച് ഹോർലിക്സും കൂടിയിട്ട് ഞാൻ ഇടും. അങ്ങനെ ഞാൻ കഴിക്കുക. അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.